ഡിജോ ജോസ് സംവിധാനത്തിലുള്ള ക്യൂൻ ജനഗണമന കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ സിനിമയായിരുന്നു ഈ പറഞ്ഞ മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളി പ്രധാനപ്പെട്ട ക്യാരക്ടറിൽ അഭിനയിക്കുന്ന ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ജനഗണമനയിലെ സെയിം ടീമെന്ന് വേണമെങ്കിൽ പറയാം. ഷാരിസ് മുഹമ്മദ് എന്നുള്ള അദ്ദേഹമാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും ഒക്കെ സെയിം ആൾക്കാർ തന്നെയാണ്. സിനിമാറ്റോഗ്രാഫർ സുദീപ് ഇളമൻ, എഡിറ്റർ ശ്രീജിത്ത് സാരംഗ്. മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് JX ബിജോയാണ്. പാട്ടുകളൊക്കെ ഡീസൻറ്റ് പാട്ടുകളാണ്. നമുക്കതിനകത്ത് കേട്ടിട്ടുള്ള മാനേ തേനേ അത് നമുക്ക് പഴയ ഒരുപാട് പാട്ടുകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടാണ്. ഒരു രസമുണ്ട് കേൾക്കാൻ, അങ്ങനെ കേട്ടു പോകാം എന്നുള്ളതേക്കെ ഉള്ളൂ. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഡീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടെക്നിക്കൽ സൈഡെല്ലാം ഒരുമാതിരിപ്പെട്ട ടെക്നിക്കൽ സൈഡെല്ലാം ഡീസൻ്റാണ്. ജനഗണമനയിലുള്ള അതേപോലത്തെ ആ ഒരു വിഷ്വൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പടത്തിൻ്റെ തിരക്കഥയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ജനഗണമനയോളം വരുന്ന പരിപാടികളും കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങാം. പോസിറ്റീവ്സിനകത്ത് ഈ പറഞ്ഞ പോലെ നിവിൻ പോളിയുടെ പെർഫോമൻസ് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പരിപാടികളും കാര്യങ്ങളും. പക്ഷേ വർഷങ്ങൾക്ക് ശേഷത്തിനകത്ത് ആ ഒരു 20 മിനിറ്റിൽ നിവിൻ പോളി വന്ന് തകർത്തിട്ട് പോകുന്ന ഒരു എൻജോയ്മെൻ്റൊന്നും ഈ പടം ഫുള്ളായിട്ട് കണ്ടിട്ട് പോലും എനിക്കത്ര വർക്കായിട്ടില്ല. പടം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം എനിക്കത്ര വർക്കായിട്ടില്ല. പിന്നെ നമുക്കത് കാണാം എന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് ഒരു പാസിങ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ വൺ ടൈം വാച്ചബിൾ എന്നുള്ള നിലയിലോ ഒക്കെ കാണാം. മറ്റൊരു പോസിറ്റീവായിട്ട് പ്രധാനമായിട്ട് എനിക്ക് നിവിൻ പോളിയുടെ പെർഫോമൻസിനേക്കാളും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടതിൻ്റെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ വർക്കുകളും മറ്റു കാര്യങ്ങളുമാണ്. VFX ഇതിനകത്ത് ഒരു എലിയുടെ പാരലൽ കഥ പറയുന്നുണ്ട്. ഒരു മെറ്റഫർ പോലെ നമുക്ക് ഇവൻ കാണിക്കുന്നത് നിവിൻ പോളിയുടെ കഥ പോലെ തന്നെ പാരലൽ ഇവിടെ ഒരു എലിയുടെ കഥയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഗതി എലിയുടെ കാര്യങ്ങളും പിന്നെ സെക്കൻഡ് ഹാഫിലുള്ള ഡെസേർട്ടിലുള്ള സീനുകളും കാര്യങ്ങളൊക്കെ VFX ഈ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ പരിപാടികളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പടത്തിൽ നല്ല രീതിയിൽ അത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. നിവിൻ പോളിയുടെ പെർഫോമൻസസ് നല്ലതായിരുന്നു. അതേപോലെ ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിനകത്ത് കാണിക്കുന്ന കോപ്രായങ്ങളുടെ ഒരു എക്സ്റ്റെൻഡഡ് പരിപാടിയാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. ഒരു കൂട്ടുകാരൻ ക്യാരക്ടർ പണ്ട് സ്ഥിരം സിനിമയിൽ ഇപ്പോൾ അജു വർഗീസ് ചെയ്തുകൊണ്ടിരുന്ന റോള് ഇതിനകത്ത് മാറ്റി ധ്യാൻ ശ്രീനിവാസന് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. അനശ്വര ജസ്റ്റ് ഒരു സിനിമ ഒരു പാട്ടിന് വേണ്ടി മാത്രം വന്നു പോവുകയാണ്. അല്ലാതെ അതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റോറി ബേസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഇവർ തമ്മിലുള്ള ഒരു പ്രണയത്തിനുള്ള കഥകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ക്ലൈമാക്സിന് ആവശ്യമില്ലാതെ നോക്കി ഒരു ചിരി മാത്രം ചിരിച്ചങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രണയം വർക്കൗട്ട് ആകുമെന്ന് പോലും തോന്നുന്നില്ല. അനാവശ്യമായിട്ടുള്ള ഈ പറഞ്ഞ സ്റ്റോക്കിങ്ങിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ളൊരു സോങ്ങും കൂടെയാണത്. പാസിംഗ് സോങ്, ഒരു എൻജോയിങ് എന്നുള്ള നിലയിൽ അത് പോകാമെന്നുള്ളതേ ഉള്ളൂ. നിവിൻ പോളി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള കഥയോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. തിരക്കഥ നമുക്കത്ര ഒരു സുഖിക്കുന്ന രീതിയിലുള്ളതല്ല. നമ്മളിത് കണ്ടിട്ടുണ്ട് ഒരുപാട് നിവിൻ പോളി പടങ്ങളിൽ. ഈ പറഞ്ഞ കണക്ക് നാട്ടിൽ ജോലിയും കൂലിയില്ലാതെ കറങ്ങി തിരിഞ്ഞിടക്കുന്ന കുരുത്തം കേട്ട ചെറുപ്പക്കാരൻ്റെ റോളിൽ നിവിൻ പോളി ഒരുപാട് പടത്തിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിക്ക് ഇത് പുതുതൊന്നുമല്ല, നമുക്കും ഇത് പുതുതൊന്നുമല്ല. ഒരുപാട് കഥകൾ നിവിൻ പോളി അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ജീവിതത്തിലൊരു സംഭവം, ഒരു ട്വിസ്റ്റ് വരുന്നു. അവിടെ നിന്ന് ജീവിതത്തിലേക്ക് ഈ പറഞ്ഞ കണക്ക് തൊഴിലിൻ്റെ വിലയും തൊഴിലിൻ്റെ മഹാത്മ്യവും പണിയെടുക്കുന്നതിൻ്റെ ഉള്ളൊരു ഗുണവും കാര്യങ്ങളും ഒക്കെ വരുന്നു. അത് വേറൊരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നു. കുറച്ച് രാഷ്ട്രീയം പറയുന്നുണ്ട്, വളരെ പെരിഫറലായിട്ട് മാത്രം. കേരളത്തിലുള്ള രാഷ്ട്രീയം ഇങ്ങനെയൊന്നുമല്ല പടത്തിനകത്ത് പറയുന്ന കണക്കൊന്നുമല്ല. കേരളത്തിലെ രാഷ്ട്രീയത്തെ ഈ പറഞ്ഞ കണക്ക് സന്ദേശം സിനിമയിൽ കാണിക്കുന്ന പോലെ കുറച്ചൊന്ന് ഒരു കോമിക്കലായിട്ട് ഇത് ചെയ്ത് കളിയാക്കിക്കൊണ്ടും അല്ലാതെയൊക്കെ പോകുന്നുണ്ട്. സലീം കുമാറിൻ്റെ ക്യാരക്ടർ വന്ന് കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 1-2 വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാൻ പറ്റുന്ന കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ ക്യാരക്ടർ ഇതിനകത്ത് വന്ന് അങ്ങ് പോകുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ലാപ്സ്റ്റിക് കോമഡി പോലെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. എനിക്കത്ര അങ്ങ് വർക്കായില്ല. എന്നാലും ഈ പുള്ളിയും വന്ന് തന്നെ 1-2 ഡയലോഗുകൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ഇതിനിടയിൽ കുറേ അനാവശ്യ കോമഡികളും കുറേ കാര്യങ്ങളും പിന്നെ അന്ധവിശ്വാസവും ഈ മുത്തപ്പനും കൈനോട്ടക്കാരിയും അവരൊക്കെ വന്നിട്ട് ഈ പറഞ്ഞ കണക്ക് മകൻ അങ്ങനെയാണ് മകൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ട്രെയിലറിനകത്തുണ്ട് സാധനങ്ങളൊക്കെ. അതൊക്കെ ഒഴിവാക്കാമായിരുന്നു തോന്നി. അനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്ത് കുത്തിക്കയറ്റി ചളമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കുട്ടികളുമായിട്ട് കളിക്കുന്ന നായകൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വലിയ സീൻ വരുന്നില്ല. ഈ സ്കൂളിൽ പോയി കുട്ടികളായിട്ട് തല്ലുണ്ടാക്കുന്നു, കുട്ടികളുടെ കഞ്ഞി മേടിച്ച് കുടിക്കുന്നു, ആ ഒരവസ്ഥയിലേക്ക് പോകുന്ന വളരെ വിവരം കെട്ടൊരു നായകനെ കഥാപാത്രമാക്കുന്നത് ഭയങ്കര ഓവറായിപ്പോയില്ലേ എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ കുറേ സാധനങ്ങൾ എവിടം വെച്ച് നിർത്താമായിരുന്നു അതിനപ്പുറത്തേക്ക് കടത്തി കൊണ്ടുപോയിട്ട് അനാവശ്യമായിട്ട് വലിച്ചു നീട്ടലും വൃത്തികേടും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പാലക്കാട് താമസിക്കുന്ന ഇവരിൽ അമ്മ സംസാരിക്കുന്നത് തിരുവനന്തപുരം സ്ലാങ്ങിലും മകൻ സംസാരിക്കുന്നത് ആലുവ സ്ലാങ്ങിലുമാണ്. ഇതിന് ഏറ്റവും വലിയ കോമഡി തൊട്ടപ്പുറത്തുള്ള വീട്ടിലുള്ള
ആൾ സംസാരിക്കുന്നത് കോഴിക്കോട് ലാംഗ്വേജിലുള്ള ഒരു മുസ്ലിം ക്യാരക്ടറാണ്. അപ്പോൾ മുസ്ലിം ക്യാരക്ടേഴ്സ് പണ്ട് സിനിമയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് കഥ നടക്കുന്നതെങ്കിലും മുസ്ലിം ക്യാരക്ടർ സംസാരിക്കുന്നത് കോഴിക്കോട് സ്ലാങ്ങിലായിരിക്കും. പാലക്കാട് ലൊക്കേഷൻ വെച്ചിട്ട് കണ്ണൂരുള്ള മുത്തപ്പനെ എടുത്ത് തിരുവനന്തപുരത്ത് അമ്മയും ആലുവയിലുള്ള മോനും കോഴിക്കോടുള്ള അയൽവാസിയും ഒക്കെ ആയിട്ട് മൊത്തത്തിലൊരു അവിയൽ പരുവത്തിൽ കിടക്കുകയാണ്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് ഫസ്റ്റ് ഹാഫിൽ കുറച്ച് തമാശ കൂടുതലുണ്ട് എന്നുള്ളതേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കഥ ഓറിയൻറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഈ പടമൊക്കെ ഒരു 3-4 കൊല്ലം മുമ്പ് വന്നിരുന്നെങ്കിൽ പോലും കുറച്ചുകൂടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. 90s ഉള്ള കുറേ സ്ലാപ്സ്റ്റിക് കോമഡിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കോവിഡ് ഇതിനകത്തൊരു പരിധി വരെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് 1-2 വാട്സപ്പ് കോമഡികളും 1-2 വാട്സപ്പ് ബോധവൽക്കരണങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റഫൊന്നും പടത്തിനകത്ത് ഇല്ല. ഇതിൻ്റെ മ്യൂസിക് വീഡിയോ ആയിട്ട് ചെയ്തില്ല. പാട്ട് വരുന്ന സമയത്ത് എൻ്റെ വീഡിയോഗ്രാഫിയും അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സെപ്പറേറ്റ് ആൽബം പോലെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഡിജോ കലക്കും. പക്ഷേ ഇതൊരു സിനിമയിൽ അതേ എല്ലാ പാട്ടുകളും അതേ രീതിയിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാ പാട്ടും ഒരേ രീതിയിലാണല്ലോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കൊരു തോന്നലും കൂടെ വരുത്തുന്ന ഒരു സംഭവമാണ്. ഡിജോയുടെ ഡയറക്ഷന് വലിയ മോശമൊന്നും പറയാനില്ല. നല്ല കഥയും നല്ല തിരക്കഥയും ഉണ്ടെങ്കിൽ പുള്ളി അത്യാവശ്യം കുഴപ്പമില്ലാതെ ഡയറക്റ്റ് ചെയ്യും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് ജനഗണമനയും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജനഗണമനയ്ക്കകത്ത് ഏറ്റവും വലിയ പ്ലസ് വന്നത് സുരാജിൻ്റെ കാസ്റ്റിംഗ് ആണ്. സുരാജിൻ്റെ കാസ്റ്റിംഗ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ ഫസ്റ്റ് ഹാഫ് മുഴുവൻ നമുക്ക് സുരാജ് ഒരു മോശം ആളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാത്തത്. നേരെ മറിച്ചും സുരാജിൻ്റെ കാസ്റ്റിന് പകരം ഒരു മോശപ്പെട്ട കാസ്റ്റായിരുന്നു ചെയ്തിരുന്നെങ്കിൽ വർക്കൗട്ട് ആവത്തില്ലായിരുന്നു. അപ്പോൾ അതേപോലെ ജനഗണമനയിൽ ഒരുപാട് പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ട്. നമ്മൾ അഭിനയം കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ കണക്ക് മിക്സ് കാര്യങ്ങൾ ഇതേപോലുള്ള പ്ലാസ്റ്റിക് അഭിനയമാണ് ഇതിനകത്ത് ഉള്ളത്. ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടല്ല ഈ പടം എടുത്തിരിക്കുന്നത്. ഒരു ഓൾഡ് സ്കൂൾ ടൈപ്പ് സാധനമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് ക്രിഞ്ച് മൊമെൻറ്റ്, പോരായ്മ മൊമെൻറ്റ് ആവശ്യമില്ല. നമ്മൾ വാച്ച് നോക്കുന്നു, വാട്സപ്പ് നോക്കുന്നു, അങ്ങനെയൊക്കെയുള്ള അവസരത്തിലേക്കൊക്കെ പോകുന്നുണ്ട് പടം. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇടയ്ക്കിടയ്ക്ക് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പടം കയറുന്നു ഇറങ്ങുന്നു. കുറച്ച് കോമഡി വരുമ്പോൾ ചിരിക്കുക, കുറച്ച് എൻഗേജിങ് ആവും. പിന്നെ ഒട്ടും നമുക്ക് ഫുൾ ആൻഡ് ഫുള്ള് നമ്മളെ എൻഗേജ് ചെയ്തിരുത്തിക്കത്തെ രീതിയിലുള്ളൊരു പടമൊന്നുമല്ല. പ്രതീക്ഷ അത്രയും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ നിവിൻ പോളിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും വെക്കാനും പാടില്ലല്ലോ. ഡിജോ എന്ന ഡയറക്ടർ ഈ ജനഗണമനയുടെ പച്ചപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നതും ഈ പറഞ്ഞ പരിപാടികൾ പോകുന്നത്. ഈ പടം അത്ര അങ്ങ് കയറിപ്പോകാനുള്ള സാധ്യതയില്ല. OTT ഒക്കെ വന്നതിന് ശേഷം കുറേ ക്ലിപ്പിംഗ് ഒക്കെ കട്ട് ചെയ്ത് നമുക്കൊന്ന് സർക്കുലേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഒരു പടത്തിന് വലിയൊരു ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളും പടം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ.